UDF അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ചർച്ച എന്താണ്? ആരാണ് മുഖ്യമന്ത്രി? BD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ? ഇതാണല്ലോ ചർച്ച. പക്ഷേ ഈ ചർച്ചയിൽ CPM കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല. കാരണം അവർക്കത് പ്രതികരിച്ച കഴിവുള്ളൂ. കാരണം ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനാണ് ശ്രമം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചടിക്കും. സതീശനെയാണെന്ന് പറഞ്ഞാൽ അതും തിരിച്ചടിക്കും. അപ്പോൾ CPMൻ്റെ നേതൃത്വത്തെ വെട്ടിലാക്കിയ ഈ ഒരു രാഷ്ട്രീയ ചർച്ച സത്യത്തിൽ കേരളം ഇന്ന് അർഹിക്കുന്നത് തന്നെയാണ്. ഇത് നടക്കട്ടെ, ഇത് നന്നായി മുന്നോട്ട് പോകണം. കാരണം പ്രവർത്തകർക്കൊരു ആവേശം, കോൺഗ്രസ് പ്രവർത്തകർക്കൊരു ആവേശം വരും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളൊരു ആദ്യത്തെ ഒരു കടമ്പയുണ്ട്. അത് ജയിക്കാനായിട്ട് ഇത് വളരെ ഉപകാരപ്പെടും. കാരണം രമേശ് ആയാലും സതീശനായാലും സതീശനാണെങ്കിലും പാർട്ടി ജയിച്ചാൽ മതി എന്ന് സാധാരണ കോൺഗ്രസ്സുകാർക്ക് ആഗ്രഹിക്കാം. പക്ഷെ നോക്കൂ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് അതിന് തൊട്ട് മുൻപുള്ള നിയമസഭയിൽ അദ്ദേഹത്തിന് പാർലമെന്ററി പാർട്ടി ലീഡറാകാൻ, പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ കൂടി ബേസിസിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് സക്സസ്ഫുൾ ആവാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായി. അതിനുശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പുതിയ ഒരു പാർട്ടി ലീഡർ നിയമസഭയിൽ വരട്ടെ എന്ന് തീരുമാനിക്കുന്നത്. VD സതീശൻ ആ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നിയമസഭയുടെ കാലാവധി തീർന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ലീഡർ ആവേണ്ടത്, മുന്നിൽ നിന്ന് നയിക്കേണ്ടത് VD സതീശനാണ്. അതിലേക്കുള്ള രമേശ് ചെന്നിത്തലയുടെ എൻട്രി ആണോ ഇത് എന്നുള്ളത് വളരെ വളരെ കൗതുകമായ ചോദ്യമാണ്. അല്ല, ചോദ്യത്തിൽ കൗതുകമുണ്ട്. കാരണം നമ്മൾ ഈ രാഷ്ട്രീയത്തിലെല്ലാം കൗതുകം നിറഞ്ഞതാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യം. ചോദ്യത്തിൽ കൗതുകമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് രമേശിനെ ക്ഷണിച്ചു, സതീശിനെ ഒഴിവാക്കി? ഇതാണല്ലോ തുറന്ന ഒരു ചർച്ച. ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആകാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തെ NSS ക്ഷണിച്ചിരുന്നില്ല. സതീശനെ അന്ന് പ്രതിപക്ഷ നേതാവായ സതീശനെയും ക്ഷണിക്കുന്നില്ല ഇപ്പം. അത് ആ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണണം. ഇവിടെ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നതിന് കൃത്യമായിട്ട് ശ്രീ സുകുമാരൻ നായർ അവിടെ ഒരു പ്രതികരണം നടത്തി. അതായത് ഇവിടെ കളിച്ചു വളർന്ന NSS കുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രവുമല്ല, സമുദായ സംഘടനകളുമായി ചേർന്ന് ഏത് കോൺഗ്രസ് നേതാവ് നിന്നാലും അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. അത് സതീശനാണെങ്കിലും രമേശാണെങ്കിലും ആരായാലും ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ CPM ആണ് ഈ സമുദായ സംഘടനകളുടെ മേന്മ നിശ്ചയിക്കുന്നത് എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. ആ സമുദായം വർഗീയം, ഈ സമുദായം ജനകീയം എന്ന് അവർ പറയാറുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട. കോൺഗ്രസ് പഴയ കാലത്ത് CPM എന്താ പറഞ്ഞിരുന്നത്? സമുദായ സംഘടനകളുടെ ഫെഡറേഷനാണ് കോൺഗ്രസ്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചു എന്നാണ് ഞാൻ തോന്നുന്നത്, ആ ഒരു ഫെഡറേഷൻ. കാരണം എന്താണ്? കേരളത്തിലെ സമുദായ സംഘടനകളുടെ തലപ്പത്തുള്ളവർക്ക് UDF ആണ് കൂടുതൽ പ്രാപ്യമായിട്ടുള്ളത് എന്നൊരു ചിന്ത വരുന്നു. ഇടതുപക്ഷത്ത് അപ്രാപ്യം എന്നൊരു തോന്നലാണ് മനസ്സിലുണ്ട്. വളരെ അപൂർവമായ ഘട്ടങ്ങളിൽ സമദൂരം പറഞ്ഞതൊഴിച്ചാൽ സമീപകാലങ്ങളിലൊക്കെ NSS UDF അനുകൂല സമീപനമായിരുന്നു. ശരി ദൂരം എന്ന പേരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തുറന്നു പ്രഖ്യാപിച്ചതാണ് സുകുമാരൻ നായർ. മുൻപുള്ള കാലയളവിൽ NSS രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് UDFന്റെ ഭാഗമായിരുന്നു. അപ്പോൾ വളരെ ചെറിയ സന്ദർഭങ്ങളിൽ ഒഴിച്ച് മിക്കവാറും ഘട്ടങ്ങളിലൊക്കെ സമുദായ സംഘടനകളുടെ പിന്തുണ UDFനായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം.